എല്ലാവർക്കും ഷൈമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണിന് നല്ല കുളിർമ തരുന്ന പച്ചിപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. നല്ല അടിപൊളിയൊരു സോപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏത് സോപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം സോപ്പ് ബേസ് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഒരു ബൗൾ എടുക്കുക. ആ ബൗളിനകത്തേക്ക് ഒരു 30 ഗ്രാം അലോവേര ജെല്ല് എടുക്കണം. 30 ഗ്രാം അലോവേര ജെല്ല് എടുത്ത് അതിന് ശേഷം ഇതിനകത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുക്കുംബറാണ്. കുക്കുംബറിൻ്റെ ഫ്രഷ് ജ്യൂസ് ഒഴിക്കാം, അതല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ഒഴിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പൗഡറാണ്. കുക്കുംബറിന് ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പൗഡർ, പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കുക്കുംബർ പൗഡറാണ്. നമ്മുടെ കയ്യിൽ കുക്കുംബർ പൗഡർ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ 1 സ്പൂണ്, അപ്പം 30 ഗ്രാം അലോവേര ജെല്ലി, 15 ഗ്രാം പൗഡർ, 1 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ, 1/4 ടീസ്പൂണ് വൈറ്റമിൻ ഇ. കേട്ടോ, നമ്മുടെ ഹൈമോളുടെ ബഹളമാണ്. ഹൈമോള് എന്നെ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഭയങ്കര ബഹളത്തിലാണ് ആള്. ഇനി നമുക്ക് ഈ ഇത്രയും ഐറ്റംസുകൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ. എന്ന് വെച്ചാൽ ജെല്ലിനകത്ത് ആ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിക്കാതെ നോക്കുക. നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 500 ഗ്രാം സോപ്പ് ബേസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. നമുക്ക് നേരിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ചെയ്യാം. പക്ഷേ അത് അറിയാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ സോപ്പ് ബേസ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ചെയ്യുക ഡബിൾ ബോയിലാണ്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട, ബേസ് കരിഞ്ഞു പോകും എന്നുള്ളൊരു ഡൗട്ടും ഇതൊന്നും വേണ്ട. ഇങ്ങനെ ആകുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു കുക്കുംബറും അലോവേരയൊക്കെ ജെല്ലായി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മെൽറ്റായി വന്നിരിക്കുന്ന നമ്മുടെ സോപ്പ് ബേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് ആ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനകത്തേക്ക് ചെന്നാലും അത് നല്ലപോലെ മിക്സ് ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 500 ഗ്രാം സോപ്പ് ബേസിനുള്ള മെഷർമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയും ഉറപ്പും നല്ല ഗുണവും ഉള്ള നല്ല അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമ്മൾ എന്തിനാ പുറത്ത് പോയിട്ട് മറ്റുള്ള കെമിക്കൽ ചേർന്ന സോപ്പുകൾ വാങ്ങുന്നത്? അതിലും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പുകൾ ചെയ്തെടുക്കാം. ബ്യൂട്ടി സോപ്പാണ്. നമുക്ക് ഫേസ് വാഷിന് പകരം നമ്മുടെ മുഖം കഴുകാനും അതുപോലെ തന്നെ നമുക്ക് ഫേസ് മാത്രമല്ല ഗ്ലോയിങ് കിട്ടണം, നമ്മുടെ സ്കിന്ന് ഫുള്ള് ബോഡിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണിത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചെറിയൊരു കളർ, കുക്കുംബർ സോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പച്ച കളറായിരിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലെമൺ യെല്ലോയുടെ ഒരു 3 ഡ്രോപ്പറും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ്റെ ഒരു 1 ഡ്രോപ്പും കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പക്ഷെ ഡാർക്ക് ഗ്രീൻ മാത്രം ഒഴിച്ചു കൊടുക്കരുത്. അപ്പം നമ്മൾ വിചാരിച്ച ഒരു കളറിലേക്ക് കിട്ടത്തില്ല. അപ്പം അതിൻ്റെ കൂടെ ലെമൺ യെല്ലോ കളറും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കളറുകൾ, ബേസ്, ഫ്രാഗ്രൻസ്, ഗ്ലിസറിൻ, നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും ഷൈമാസ് വേൾഡിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കളറും സോപ്പ് ബേസും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ 1/2 കിലോ സോപ്പ് ബേസിനായാലും 1 കിലോ സോപ്പ് ബേസിനായാലും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഫ്രാഗ്രൻസ് ഒഴിക്കുന്നത്. വെറും ഒരു 15 ഡ്രോപ്പ് അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒഴിച്ചിട്ടില്ല 500 ഗ്രാം സോപ്പ് ബേസിന്. എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്ക് നല്ലപോലെ മിക്സാക്കി. നമ്മൾ ഇതിനകത്ത് ചേർത്തിയ ഫ്രാഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ഫ്രാഗ്രൻസ് ആയിരുന്നു. അത് നന്നായിട്ട് ചേർത്തി ഇളക്കി മോൾഡിൽ ഒഴിച്ച് വെച്ച് ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റായി. നിങ്ങൾ വിചാരിക്കേണ്ട ഒഴിച്ച പാട് തന്നെ സെറ്റായെന്ന് ഇല്ല. 3 മണിക്കൂറിന് ശേഷമുള്ള ഭാഗമാണ് ഈ കാണിക്കുന്നത്. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് നന്നായിട്ട് സെറ്റായതിന് ശേഷമാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയാലോ. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയാൻ പറ്റത്തില്ല, അത്രയും നല്ല രീതിയിലാണ് നമുക്ക് സോപ്പ് സെറ്റാക്കിയിട്ടേക്കുന്നത്. വെറും 3 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്ക് 1/2 കിലോ സോപ്പ് ബേസ് എടുത്തപ്പം എത്ര സോപ്പ് കിട്ടിയെന്ന് നമുക്ക് 100 ഗ്രാമിൻ്റെ തന്നെ 4 സോപ്പ് കിട്ടിയിട്ടുണ്ട്. 400 ഗ്രാം.
പിന്നെ നമ്മൾ ഒഴിച്ച മിക്സ് ഒരു 50 ഗ്രാം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ മിക്സായി വന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് 50 ഗ്രാമിൻ്റെ ഒരു 3 സോപ്പും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല റോസാ പൂവിൻ്റെ മോൾഡിനകത്താണ് നമ്മളിത് ഒഴിച്ചത്. ബാലൻസ് വന്നത് അത് എല്ലാ മോൾഡും നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുതിയ പുതിയ മോൾഡുകൾ വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ മോൾഡുകളെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കുംബർ സോപ്പ് അടിപൊളിയായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൊരു കുക്കുംബറൊക്കെ എടുത്ത് വെച്ച് നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ് നമ്മുടെ 2 ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഹയാ ഓർഗാനിക് നമുക്കൊരു ചാനലുണ്ട്, അതുപോലെ തന്നെ ഷെയ്മാസ് വേൾഡിലും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.